നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വിവാദങ്ങളുടെ തോഴിയാണ് രേണു സുധി. അവരുടെ വീഡിയോകൾക്ക് താഴെ വിമർശനങ്ങളുടെ പെരുമഴയാണ്. മലയാളി പ്രേക്ഷകർ എത്രത്തോളം പ്രകോപിതരാണെന്ന് അവരുടെ വീഡിയോകൾക്ക് താഴെ വരുന്ന കമന്റുകൾ കണ്ടാൽ അറിയാം. ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടി അവർ ചെയ്യുന്ന പുതിയ വീഡിയോകൾ കണ്ടാൽ ശരിക്കും അമ്പരന്ന് പോകും. വെറും വിനോദത്തിന് വേണ്ടിയുള്ള വീഡിയോകളാണോ ഇത്, അതോ അശ്ലീലതയും പ്രഹസനവും കലർന്ന ഒന്നാണോ? നമുക്ക് നോക്കാം. പുതിയ സബ്സ്ക്രൈബേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടി രേണു ഇപ്പോൾ ചെയ്യുന്ന വീഡിയോകളിൽ പ്രധാനമായും കാണുന്നത് ഡബിൾ മീനിങ്ങും അമിതമായ ബോഡി ലാംഗ്വേജുമാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരം കണ്ടന്റുകൾ എത്രത്തോളം ഉചിതമാണ് എന്നതാണ് പ്രധാന ചോദ്യം. വെറും ലൈക്കിനും ഷെയറിനും വേണ്ടി എന്തിനും തയ്യാറാകുന്ന ഒരു രീതി ഇവിടെ കാണാൻ സാധിക്കും. മലയാളി പ്രേക്ഷകർ പൊതുവെ ക്ലീൻ കണ്ടന്റുകൾക്ക് മുൻഗണന നൽകുന്നവരാണ്. എന്നാൽ രേണുവിന്റെ പല വീഡിയോകളും കാണാൻ പറ്റാത്തവയാണെന്നാണ് പലരും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പ്രതികരിക്കുന്നത്. ഒരു കലാകാരി എന്ന നിലയിലുള്ള ബഹുമാനം നിലനിർത്തുന്നതിന് പകരം തരം താഴ്ന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ നടത്തുന്നത് എന്തിനാണ് എന്നാണ് ഭൂരിഭാഗം പേരുടെയും ചോദ്യം. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരം കണ്ടന്റുകൾ എത്തുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? വെറും 1 മിനിറ്റ് വൈറലാകാൻ വേണ്ടി അന്തസ് പണയം വെക്കുന്ന രീതിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. വിമർശനം എന്ന പേരിൽ നടക്കുന്ന സൈബർ ബുള്ളിയിങ്. ഒരാളുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് മാന്യമായി പറയാം. എന്നാൽ വ്യക്തിഹത്യ ചെയ്യുന്നതും കുടുംബത്തെ ചീത്ത വിളിക്കുന്നതും ശരിയായ രീതിയല്ല. പക്ഷേ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ താൻ പുറത്തുവിടുന്ന വീഡിയോ സമൂഹത്തിന് എന്ത് സ്വാധീനം ഉണ്ടാക്കുന്നു എന്ന് ചിന്തിക്കാനുള്ള ബാധ്യത രേണുവിനുമുണ്ട്. സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ കാണിക്കുന്ന ഈ അഭ്യാസങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ ഇമേജ് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് അവർ എന്നാണ് തിരിച്ചറിയുക? വൈറലാകാൻ വേണ്ടി എന്തും ചെയ്യാമെന്ന അവസ്ഥയിലേക്ക് സോഷ്യൽ മീഡിയ മാറുമ്പോൾ അവിടെ മൂല്യങ്ങൾക്കാണ് വിലയിടുന്നത്. ലൈക്കിനേക്കാൾ വലിയതാണ് അന്തസ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ലൈക്കും സബ്സ്ക്രിപ്ഷനും നേടാൻ ഷോർട്ട് കട്ടുകൾ ഉണ്ടാക്കാം, പക്ഷേ നിലനിൽപ്പ് കണ്ടന്റിന്റെ ഗുണനിലവാരത്തിലാണ്. രേണു സുധിയുടെ വീഡിയോകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ ഏത് മാർഗവും സ്വീകരിക്കാമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.